ഇസ്രയേൽ രാഷ്ട്രീയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരൊറ്റ സത്യമാണ് വീണ്ടും വീണ്ടും വ്യക്തമായി കാണുന്നത്. അവിടുത്തെ സർക്കാരുകൾ വെറും തിരഞ്ഞെടുപ്പ് ഫലങ്ങളാൽ മാത്രം നിലനിൽക്കുന്നില്ല, മറിച്ച് സങ്കീർണമായ സഖ്യങ്ങളും മതരാഷ്ട്രീയ ധാരണകളും അധികാരത്തിന്റെ യഥാർത്ഥ അടിത്തറയായി പ്രവർത്തിക്കാറുണ്ട്. ആ രാഷ്ട്രീയ ഗണിതത്തിന്റെ ഏറ്റവും വലിയ മാസ്റ്ററായിരുന്നു വർഷങ്ങളായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ 17 വർഷത്തിനിടെ ഭൂരിഭാഗം കാലവും അധികാരത്തിൽ തുടരാൻ നെതന്യാഹുവിനെ സഹായിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മികവിനേക്കാൾ കൂടുതൽ തീവ്ര ഓർത്തഡോക്സ് മതകക്ഷികളുമായുണ്ടാക്കിയ ശക്തമായ സഖ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു കാലത്ത് അദ്ദേഹത്തെ അധികാരത്തിന്റെ ഉച്ചിയിലേക്കുയർത്തിയ അതേ സഖ്യം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗാസ യുദ്ധവും ഇറാനുമായുള്ള സംഘർഷങ്ങളും ലെബനൻ സിറിയ അതിർത്തികളിലെ സൈനിക സാന്നിധ്യവും കാരണം ഇസ്രയേൽ സമൂഹം അസാധാരണമായ സമ്മർദ്ദത്തിലാണ്. 2023 ഒക്ടോബർ 7 നടന്ന ഹമാസ് ആക്രമണത്തിന് ശേഷം രാജ്യം തുടർച്ചയായ യുദ്ധാവസ്ഥയിലാണ് ജീവിക്കുന്നത്. ആയിരക്കണക്കിന് റിസർവ് സൈനികരെ വീണ്ടും വീണ്ടും യുദ്ധഭൂമിയിലേക്ക് വിളിച്ചുവരുത്തേണ്ടി വന്നതോടെ സാധാരണ ഇസ്രയേലികൾക്കിടയിൽ കടുത്ത അസ്വസ്ഥത വളരുകയാണ്. രാജ്യത്തിനായി എല്ലാവരും ഒരുപോലെ ത്യാഗം ചെയ്യണം എന്ന ചിന്ത ശക്തിപ്പെടുന്ന സമയത്താണ് തീവ്ര ഓർത്തഡോക്സ് ജൂതർക്കുള്ള സൈനിക സേവന ഇളവുകൾ വീണ്ടും ദേശീയ ചർച്ചയുടെ കേന്ദ്രത്തിലേക്കെത്തിയത്. ഇസ്രയേലിൽ ഭൂരിഭാഗം ജൂതപുരുഷന്മാർക്കും ഏകദേശം 3 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം അനിവാര്യമാണ്. സ്ത്രീകൾക്കും 2 വർഷത്തെ സേവനവും നിർബന്ധമാണ്. അതിനുശേഷവും വർഷങ്ങളോളം റിസർവ് ഡ്യൂട്ടിക്ക് തയ്യാറായിരിക്കണം. എന്നാൽ തീവ്ര ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആയിരക്കണക്കിന് യുവാക്കൾക്ക് വർഷങ്ങളായി ഈ നിർബന്ധിത സേവനത്തിൽ നിന്ന് ഇളവ് ലഭിച്ചിരുന്നു. മതപഠന സ്ഥാപനങ്ങളായ യെഷീവകളിൽ മുഴുവൻ സമയം പഠനം നടത്തുന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാന കാരണം. 1948 ഇസ്രയേൽ രൂപം കൊണ്ട കാലഘട്ടത്തിൽ ഹോളോകോസ്റ്റിനു ശേഷം തകർന്നുപോയ ജൂത മതപഠന സമ്പ്രദായം പുനർനിർമ്മിക്കേണ്ടതിന്റെ പേരിലാണ് ഈ ഇളവുകൾ ആരംഭിച്ചത്. അന്ന് വളരെ ചെറിയൊരു വിഭാഗത്തിനായിരുന്ന ആ സംവിധാനം പിന്നീട് വൻ രാഷ്ട്രീയ ശക്തിയായി വളർന്നു. ഇന്ന് ഓരോ വർഷവും ഏകദേശം 13,000 തീവ്ര ഓർത്തഡോക്സ് യുവാക്കൾ സൈനിക സേവന പ്രായത്തിലെത്തുന്നുണ്ടെങ്കിലും 10% താഴെ പേർ മാത്രമാണ് സൈന്യത്തിൽ ചേരുന്നത്. ബാക്കി എല്ലാവരും മതപഠനത്തിന്റെ പേരിൽ ഇളവ് ലഭിക്കുന്നു. പക്ഷേ യുദ്ധകാലത്ത് ഈ പ്രത്യേക പരിഗണന സാധാരണ ഇസ്രയേലികൾക്ക് അസഹ്യമായി മാറിയിരിക്കുകയാണ്. ഗാസയിലും ലെബനനിലും സിറിയയിലുമായി ഒരേ സമയം സൈനിക സാന്നിധ്യം നിലനിർത്തുന്ന ഇസ്രയേൽ സൈന്യം ഇപ്പോൾ കടുത്ത മനുഷ്യവിഭവക്ഷമം നേരിടുകയാണ്. റിസർവ് സൈനികർ 100 കണക്കിന് ദിവസങ്ങളായി കുടുംബജീവിതവും ജോലിയും ഉപേക്ഷിച്ച് യുദ്ധരംഗത്താണ്. അത്തരമൊരു സമയത്ത് ആയിരക്കണക്കിന് യുവാക്കൾ സൈനിക സേവനത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകുന്നത് വലിയ അനീതിയാണെന്ന വികാരമാണ് പൊതുസമൂഹത്തിൽ ഉയരുന്നത്. ഈ അസ്വസ്ഥത ഇപ്പോൾ നെതന്യാഹുവിന്റെ സ്വന്തം രാഷ്ട്രീയ താവളത്തേക്കും വ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹകക്ഷികളിൽ പലരും പോലും തീവ്ര ഓർത്തഡോക്സ് ഇളവുകളെ തുറന്നെതിർക്കാൻ തുടങ്ങി. 3 വർഷം കോംബാറ്റ് യൂണിറ്റിൽ സേവനമനുഷ്ഠിച്ച ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ഷാരൻ ഹാസ്കൽ തന്നെ ഇത് അധാർമികവും അനീതിയുമാണ് എന്ന് തുറന്നു പറഞ്ഞു. പ്രതിഷേധ സൂചകമായി സൈനിക യൂണിഫോം ധരിച്ചാണ് അവർ പാർലമെന്റിലെത്തിയത്. ഞങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ചിലർക്ക് ഇളവുകൾ നൽകുന്നത് രാജ്യത്തെ വിഭജിക്കുകയാണ് എന്നതാണ് അവരുടെ വാദം. ഇവിടെയാണ് നെതന്യാഹുവിന്റെ രാഷ്ട്രീയ കുരുക്ക് കൂടുതൽ മുറുകുന്നത്. തീവ്ര ഓർത്തഡോക്സ് പാർട്ടികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് സൈനിക ഇളവുകൾ നിയമപരമാക്കേണ്ട ബില്ല് പാസാക്കേണ്ടത് അദ്ദേഹത്തിന് നിർബന്ധമായി. പക്ഷേ സ്വന്തം സഖ്യത്തിലെ തന്നെ നിരവധി അംഗങ്ങൾ അതിനെ എതിർക്കുന്നു. ബില്ല് പാസാക്കാൻ കഴിയില്ല എന്ന സൂചന ലഭിച്ചതോടെ 2 പ്രധാന തീവ്ര ഓർത്തഡോക്സ് പാർട്ടികൾ 2 ആഴ്ച മുൻപ് സഖ്യ പിന്തുണ പ്രഖ്യാപിച്ചു. അതോടെ നെതന്യാഹുവിന്റെ ഗവൺമെന്റ് പാർലമെന്റിലെ ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തി. ഒടുവിൽ നെസറ്റ് പിരിച്ചളിക്കാനുള്ള പ്രാഥമിക വോട്ടെടുപ്പിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇസ്രയേൽ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വിഘടിത സ്വഭാവമാണ്. 120 അംഗ പാർലമെന്റിൽ ഒരൊറ്റ പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാറില്ല. അതുകൊണ്ടുതന്നെ ചെറിയ പാർട്ടികൾക്കും അസാധാരണ സ്വാധീനം ലഭിക്കും. ഇന്ന് വെറും 18 സീറ്റുകൾ മാത്രമുള്ള തീവ്ര ഓർത്തഡോക്സ് പാർട്ടികൾക്ക് പോലും ഗവൺമെന്റ് രൂപീകരിക്കാനോ തകർക്കാനും കഴിയുന്ന അവസ്ഥയാണ്. വർഷങ്ങളായി നെതന്യാഹുവിന്റെ ഏറ്റവും വിശ്വസ്തരായ കൂട്ടാളികളായിരുന്നു അവർ. അഴിമതി ആരോപണങ്ങളും രാഷ്ട്രീയ പ്രതിസന്ധികളും വന്നപ്പോഴും അവർ അദ്ദേഹത്തെ കൈവിട്ടില്ല. എന്നാൽ ഇന്ന് ആ ബന്ധം തകരുന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഇതിനു പിന്നിൽ വെറും മതപരമായ പ്രശ്നമല്ല, ഇസ്രയേലിന്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ആശങ്കകളുമുണ്ട്. തീവ്ര ഓർത്തഡോക്സ് സമൂഹം രാജ്യത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ്. അടുത്ത ദശകങ്ങളിൽ അവരുടെ ജനസംഖ്യ വലിയ തോതിൽ ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനാൽ സൈനിക സേവനത്തിൽ നിന്ന് വലിയൊരു വിഭാഗം സ്ഥിരമായി മാറി നിൽക്കുന്നത് ദേശീയ സുരക്ഷയ്ക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും വലിയ വെല്ലുവിളിയാകുമെന്നാണ് പലരും കരുതുന്നത്. അതേസമയം തീവ്ര ഓർത്തഡോക്സ് സമൂഹത്തിന് സൈന്യം വെറും സുരക്ഷാ സ്ഥാപനമല്ല, അവരുടെ മതജീവിതത്തിനും കൾച്ചറിനും ഭീഷണിയായ ഒരിടമാണ്.
മതേതര സമൂഹവുമായി ഇടപഴകുന്നത് യുവാക്കളെ മതത്തിൽ നിന്ന് അകറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇളവുകൾ നിലനിർത്താൻ ഇത്ര കടുത്ത പോരാട്ടം നടത്തുന്നത്. ഇപ്പോൾ നെതന്യാഹു രണ്ട് തീക്കിടയിൽപ്പെട്ടിരിക്കുകയാണ്. തീവ്ര ഓർത്തഡോക്സ് പാർട്ടികളെ കൈവിട്ടാൽ ഗവൺമെന്റ് തകരും. പക്ഷേ അവർക്കൊപ്പമുണ്ടെങ്കിൽ പൊതുജനരോഷം ശക്തമാകും. യുദ്ധത്തിൽ തളർന്ന രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ ഈ വിഷയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ നിർണയിച്ചേക്കാം. ഒരു കാലത്ത് രാഷ്ട്രീയ അതിജീവനത്തിന്റെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ട നെതന്യാഹുവിന് ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണി പുറത്തുനിന്നല്ല, സ്വന്തം സഖ്യത്തിനുള്ളിൽ നിന്നാണ് ഉയരുന്നത്. ഗാസയിലോ ഇറാനിലോ നടക്കുന്ന യുദ്ധങ്ങളെക്കാൾ കൂടുതൽ അപകടകരമായി മാറുന്നത് ഇസ്രയേൽ സമൂഹത്തിനുള്ളിലുള്ള ഈ ആഴത്തിലുള്ള വിഭജനങ്ങളായിരിക്കാം. കാരണം ഒരു രാജ്യം എത്ര ശക്തമായ സൈന്യം കൊണ്ട് നിലനിൽക്കാം, പക്ഷേ സമൂഹം തന്നെ രണ്ടായി പിളരാൻ തുടങ്ങിയാൽ ആ പ്രതിസന്ധി യാതൊരു മിസൈൽ പ്രതിരോധ സംവിധാനത്തിനും തടയാനാവില്ല.